ഇന്ന് ഉച്ചയ്ക്ക് എന്ത് ഒഴിച്ചുകറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു കാണാം, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നോക്കാം. കൊടംപുളി ഇട്ടിട്ടാണ് കറി വെക്കാൻ പോണത്. അപ്പം പച്ചമാങ്ങ എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ അരിയുക. ആദ്യം നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഇതിലോട്ട് പച്ചമുളക്, കുഞ്ഞുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കൊടംപുളി ഒരു കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി എടുക്കുക. ഇതിങ്ങനെ തിരുമ്മിയെടുത്തതിന് ശേഷം മാങ്ങ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിച്ച് നോക്കിയതായിരുന്നു, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കണം. തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. തേങ്ങയിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറും തേങ്ങ അരച്ച് ചേർത്താൽ മതി. പിന്നെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഇപ്പോൾ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊരു 2-3 തിള വരണം. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് വരില്ല. അപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിളയ്ക്കുന്ന സമയത്ത്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, കറി റെഡിയായി. വഴുതിനിങ്ങ വറുത്തെടുക്കണം. ഇതാണ് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം പച്ച വഴുതിനിങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആവശ്യത്തിനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മുക. ഒരിച്ചിരി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, മുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വഴുതിനിങ്ങയിൽ. ഇത് നന്നായി തിരുമ്മിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വയ്ക്കുക. അതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇത് പാലക്കാട് അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ്. ഭയങ്കര എളുപ്പമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇതിപ്പം നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എത്ര മൊരിയണോ അത്രയും രീതിയിൽ വെക്കാം. വെന്തിട്ട് അത്രയും മതിയെങ്കിൽ ആ ഒരു രീതിയിലും എടുക്കാം. വഴുതിനിങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു മുളകും കൂടെ വറുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ കൊടംപുളിയുടെ കറിയുമാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉച്ചയോടല്ലേ. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾക്ക് ഒരുപാട് താങ്ക്സ് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.